എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എത്ര ഷോപ്സ് ട്രേഡേഴ്സ് ആണ്. അവർ ഒന്നെങ്കിൽ ഗുഡ്സ് ആരെടുത്തു നിന്ന് വാങ്ങുന്നു, ഹോൾസെയിലേഴ്സ് എടുത്തുനിന്ന് ഗുഡ്സിനെ കളക്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ അവർ നേരിട്ട് തന്നെ പ്രൊഡ്യൂസർ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് പോയിട്ട് നേരിട്ടിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. മെജോറിറ്റി അവർ ഹോൾസെയിലേഴ്സിന് എടുത്തുനിന്നായിരിക്കും ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. നമ്മൾ കാണാറില്ല രാവിലെ പോണ സമയത്ത് ചില റീറ്റെയിൽ ഷോപ്സിലേക്ക് മുമ്പിൽ സാധനങ്ങൾ ഇറക്കിയെന്നൊക്കെ. അപ്പോൾ അവരൊരു ഏജൻസ് അല്ലെങ്കിൽ ഒരു ഹോൾസെയിലേഴ്സ് ഡീലേഴ്സ് ആയിട്ടൊരു ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെടുത്തു നിന്നായിരിക്കും അവരെന്ത് ചെയ്യുക, മെജോറിറ്റി ആയിട്ടും ഗുഡ്സിനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അവരെയാണ് ആരെന്ന് പറയുന്നത്, റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അവർ ബൾക്കായിട്ടാണോ പർച്ചേസ് ചെയ്യുക? അല്ല, അവർ സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക അല്ലേ. റീറ്റെയിൽ ഷോപ്പ് ചെറുതായിരിക്കും. അപ്പോൾ അവർക്ക് അവരെ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് കുറച്ചായിട്ടായിരിക്കും അവരെപ്പോഴും സ്മോൾ ക്വാണ്ടിറ്റിയിലായിരിക്കും ഗുഡ്സിനെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അത്രയും കാര്യങ്ങളാണ്. ദെൻ റീറ്റെയിലേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ് നമ്മൾ നോക്കി. ദെൻ റീറ്റെയിലേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അവരെന്താ, ബൈയിങ് ആൻഡ് അസംബ്ലിങ് ഓഫ് ഗുഡ്സ് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഗുഡ്സിനെ വാങ്ങുകയും അതിനെന്ത് ചെയ്യുന്നു, അസംബിൾ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, അവരെന്ത് ചെയ്യുന്നു, വാങ്ങുന്ന ഗുഡ്സിനെ പ്രോപ്പർ രീതിക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യുന്നു. ദെൻ എന്താണ്, ക്രെഡിറ്റ് ഫെസിലിറ്റി. ചില റീറ്റെയിൽ ഷോപ്സ്, നമ്മളെ ഈ ഗ്രോസറി ഷോപ്സിലൊക്കെ നമുക്ക് എന്തുണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ഹോൾസെയിലേഴ്സ് ആർക്കാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന? റീറ്റെയിലേഴ്സിനാണെങ്കിൽ ഈ ഒരു കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നു, റീറ്റെയിലേഴ്സ് ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പേഴ്സണൽ സർവീസസ് അല്ലേ. ചില റീറ്റെയിൽ ഷോപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ചില ഐറ്റംസ് ഒക്കെ എത്തിച്ചു തരാറുണ്ട്. അപ്പം പേഴ്സണൽ സർവീസും അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരും റിസ്ക് ബെയറിംഗ് ആണ്. ദെൻ ഡിസ്പ്ലേ ഗുഡ്സിന് സപ്ലൈ ഓഫ് ഇൻഫോർമേഷൻസ് സപ്ലൈ ചെയ്യുന്നു. അപ്പം അത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞ ഇതിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ നോക്കി ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഏതാണ്, ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. ദെൻ എന്താണ്, അതിൻ്റെ ടൈപ്സിൽ എന്താണ് വരുന്നത്, രണ്ട് ടൈപ്പാണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റിൽ ഒന്നുമില്ല, പ്രൊഡ്യൂസർ ടു കൺസ്യൂമേഴ്സ് ആണ്. ഇൻഡയറക്റ്റിൽ നമ്മളൊരു 3-4 മെത്തേഡ് പഠിച്ചു, അത്രയും കാര്യങ്ങൾ. ദെൻ വാട്ട് ഈസ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് എന്നുള്ള കാര്യങ്ങൾ. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ റീറ്റെയിൽ ട്രേഡ്, ഓക്കെ, എന്താണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? ട്രേഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, സപ്ലൈ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് വ്യാപാരം നടത്തുക എന്നുള്ളത്. അപ്പം റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, small shoppers who sell goods directly to the consumer are called retailers. അതായത് ചെറിയ ഷോപ്പ് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സ്ഥാപനത്തിൽ നമ്മൾ കൺസ്യൂമേഴ്സിന് ഗുഡ്സിനെ സെയിൽ ചെയ്യുന്ന അവരെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പം അവരെന്താണ് ചെയ്യുന്നത്, ഹീസ് എൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ ഹോൾസെയിലേഴ്സ് ആൻഡ് ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അതായത് റീറ്റെയിലർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിൻ്റെയും ഇതിൻ്റെ കൺസ്യൂമറിൻ്റെ ഇടയിലുള്ള ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡയറക്റ്റ് ചാനലിൽ വരുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. അതായത് പ്രൊഡ്യൂസറിന് കൺസ്യൂമേഴ്സിലേക്ക് ഗുഡ്സ് എത്താനുള്ള നടുവിൽ നിൽക്കുന്ന ഒരാളാണ് ആദ്യം റീറ്റെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ്, യൂഷ്വലി ക്യാരീസ് ട്രേഡ് ഓൺ ക്യാഷ് ബേസിസ് അല്ലേ. അവർ നോർമലി ട്രേഡ് നടത്തുന്നത് എങ്ങനെയാണ്, റീറ്റെയിലേഴ്സ് ക്യാഷ് ബേസിസിലാണ്. ക്രെഡിറ്റും കൊടുക്കും, എന്നാലും അവരുടെ മെയിൻ പർപ്പസ് ക്യാഷ് ബേസിസിലാണ്. വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആണ് അവർ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നത് ഓൺ എ ക്യാഷ് ബേസിസ് ആണ്. അതാണ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ ടൈപ്സ് ഓഫ് റീറ്റെയിൽ ട്രേഡ്. നമുക്ക് എന്തൊക്കെ റീറ്റെയിൽ ട്രേഡിൽ ടൈപ്സ് ഉണ്ട്, ഓക്കെ. ടൈപ്സ് ഓഫ് റീറ്റെയിൽ ട്രേഡ്. അപ്പോൾ റീറ്റെയിൽ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമ്മൾ റീറ്റെയിലേഴ്സ് നോർമലി കാര്യം എന്താണ്, ഒരു മിഡിൽ മാൻ ആയിരിക്കാം. പ്രൊഡ്യൂസർ എടുത്തുനിന്ന് കൺസ്യൂമറിലേക്ക് ഗുഡ്സ് എത്തിക്കുന്നത്. സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് വാങ്ങിയിട്ട് ക്യാഷ് ബേസിസിലായിരിക്കും നോർമലി അവർ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് എങ്ങനെയാണ് റീറ്റെയിൽ ട്രേഡിൽ നമുക്ക് ടൈപ്സ് ഓഫ് റീറ്റെയിൽ ട്രേഡിൽ നമുക്ക് നോർമലി 2 ടൈപ്സ് ആണുള്ളത്. എന്താണ്, ഫസ്റ്റ് വൺ സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ട്രേഡ് ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ട്രേഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും. സ്മോൾ സ്കെയിലിൽ എങ്ങനെയാണ് വരുന്നത്,
സ്മോൾ സ്കെയിലിൽ ഇൻറ്റിൻറ്ററൽ റീറ്റെയിലിങ്ങും ദെൻ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലിങ്ങും വരുന്നുണ്ട്. ഇൻറ്റിൻറ്ററൽ റീറ്റെയിലിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ട്രേഡ് ഇൻ വിച്ച് റീറ്റെയിലേഴ്സ് മൂവ് അറൗണ്ട് ആൻഡ് സെൽ എ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഡയറക്റ്റ് ടു ദ കസ്റ്റമർ. അതായത് നമ്മൾക്ക് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വീട്ടിലൊക്കെ കൊണ്ടുപോകുന്നിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ, അതായത് അവരെ ഐറ്റംസ് മൂവ് ചെയ്തും കൊണ്ടാണ് വരുന്നത് അല്ലേ. അവരെ കയ്യിലായിരിക്കും ഈ ഐറ്റംസ് ഉള്ളത്, നമ്മൾ അപ്പം തന്നെ അത് കണ്ടിട്ട് അങ്ങനെ നേരിട്ട് വാങ്ങുക ചെയ്യുന്നത്. വീട്ടിലൊക്കെ ചില പഴയതിലൊക്കെ നമുക്ക് ഈ പാത്രങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അതല്ലാതെ കുറേ പ്രോഡക്ട്സ്, കറി പൗഡേഴ്സ്, അതല്ലാതെ മറ്റേ ടീ അല്ലേ, ടീ പൗഡർ, മസാലാസ് പൗഡേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസ്, ചിലത് ഡ്രസ്സ്, ചില ചുരിദാർ മെറ്റീരിയൽ, അങ്ങനെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ്, അവർ ഗുഡ്സിനെ മൂവ് ചെയ്തും കൊണ്ട് നമ്മളെ വീട്ടിൽ നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് അവർ സെയിൽ ചെയ്യുക ചെയ്യുന്നത്. അവരാണ് എന്ത് ഇൻറ്റിൻറ്ററൽ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഷോപ്പിൽ, അതായത് ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കും. അതായത് അതിനാണ് നമ്മൾ ഷോപ്പിലെ, നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ചില നമ്മളടുത്തുള്ള ഷോപ്പിൽ പോകും. അപ്പോൾ അവർക്ക് എന്താണ്, അവിടെ ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കും. അവിടെ ആയിരിക്കും അവർ ഗുഡ്സിനെ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ല, അവർ ആ ഷോപ്പിലായിരിക്കും വയ്ക്കുക. അവിടേക്ക് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുക ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലിങ്ങിൽ തന്നെ നമുക്ക് 3 ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ജനറൽ സ്റ്റോർ, വെറൈറ്റി സ്റ്റോർ ആൻഡ് സിംഗിൾ ലൈൻ സ്റ്റോർ, സ്പെഷ്യാലിറ്റി സ്റ്റോർ. ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ, ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടാവുക. ദെൻ സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ വൺ, അതായത് നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ അവിടെ വേറെ എന്തെങ്കിലും കിട്ടുമോ, ടെക്സ്റ്റൈൽസ്, അതായത് നമ്മളെ എന്താ പറയുക കോസ്റ്റ്യൂംസ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതല്ലാതെ വേറെ നമുക്ക് അവിടെ പച്ചക്കറിയോ ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ ഇല്ല. അപ്പോൾ അങ്ങനെ സിംഗിൾ ലൈൻ ആയിട്ടുള്ളത്. സ്പെഷ്യാലിറ്റി സ്റ്റോർ, സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിന് മാത്രമായിട്ട് ഉള്ള ഒരു എന്താണ് ഷോപ്പ്. സ്പെഷ്യലൈസ്ഡിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ മെഡിക്കൽ ഐറ്റംസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സ്പെഷ്യലൈസ്ഡ് സ്റ്റോറിൽ നമ്മൾ അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒരു ഐറ്റം മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന സ്റ്റോർ. അങ്ങനെയാണ് ഫിക്സഡ് സ്റ്റോറിൽ വരുന്ന ഫിക്സഡ് സ്റ്റോറിൽ വരുന്നത്. അപ്പോൾ സ്മോൾ സ്കെയിലിൽ 2 സ്റ്റോറാണ്, ഇൻറ്റിൻറ്ററൽ സ്റ്റോർ ആൻഡ് ഫിക്സഡ് ഷോപ്പ് സ്റ്റോർ. ദെൻ നമ്മൾ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ച് നോക്കാം. ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി വലിയ രീതിക്ക് ലാർജ് ആയിട്ടുള്ള ബിസിനസ്, അതായത് മോൾസ്, ഷോപ്പിംഗ് കോംപ്ലക്സസ് ഒക്കെ കണ്ടിട്ടില്ലേ, അവർക്കാണ് എന്തെന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരിൽ എങ്ങനെയാണ്, അവരൊരു വലിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അവർക്ക് ഒരു അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റിനെ ആയിരിക്കും അവർ സെയിൽ ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത്. ദെൻ എന്താണ്, all types of goods you need to generally move from one shop to another. Sometimes goods you choice may available. അതായത് നമുക്ക് അങ്ങനത്തെ സ്റ്റോറിൻ്റെ ഒരു പ്രത്യേകത എന്താ, നമുക്ക് ഒരു ഇപ്പോൾ ഷോപ്പിംഗ് മോൾസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കയറി നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങാൻ പറ്റും അല്ലേ, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം സ്റ്റോഴ്സിനെയാണ് നമ്മൾ ലാർജ് സ്കെയിൽ റീറ്റെയിൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, ഇറ്റ് ഡീൽസ് ഇൻ എ വെറൈറ്റി ഓഫ് ഗുഡ്സ് അല്ലേ, നമ്മൾ പറഞ്ഞു നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തതായാലും നമ്മൾ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് കുറേ വെറൈറ്റി വേറെ ഓരോ സാധനങ്ങൾ ഒന്നിച്ച് വിൽക്കുന്ന സ്ഥലമാകുമ്പോൾ കാണാം. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഗുഡ്സിനെയൊക്കെ നമുക്ക് വെറൈറ്റി ഓഫ് ഗുഡ്സിനെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ ബൾക്ക് ഡയറക്ട്ലി ഫ്രം ദ മാനുഫാക്ചേഴ്സ് അല്ലേ, മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ബൾക്കായിട്ട് പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ എന്താണ്, ഇറ്റ് ജനറലി സെൽ ഗുഡ്സ് ടു കസ്റ്റമേഴ്സ് ഓൺ ക്യാഷ് ബേസിസ് അല്ലേ, ക്യാഷ് ബേസിസിലായിരിക്കും ജനറലി ഗുഡ്സ് എന്ത് ചെയ്യുക അവർ സപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ് സർവീസസ് ടു ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അല്ലേ, നമ്മൾ അങ്ങനത്തെ ഷോപ്പിംഗ് മോൾസിലൊക്കെ ചെറിയ നമ്പർ ഓഫ് കസ്റ്റമേഴ്സാണ് വരിക, അല്ല ഹ്യൂജ് കസ്റ്റമേഴ്സ് എത്തുന്നുണ്ട്. അപ്പോൾ വലിയ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളെ ഗുഡ്സിനെ എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഫോംസ് ഓഫ് ലാർജ് സ്കെയിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഷോപ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്, അതേപോലെ തന്നെ
സൂപ്പർ ബസാർസ്, നമ്മളിപ്പോൾ പറഞ്ഞ മോൾസ്, സൂപ്പർ ബസാർസ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർസ്, ഇങ്ങനെയുള്ള വലിയ വലിയ കോംപ്ലക്സ് ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലുള്ളത്. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്, അതിൻ്റെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, മീനിങ്, ടൈപ്സ് ഓഫ് ചാനൽസ്, ആൻഡ് വാട്ട് ഈസ് ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ, അവരുടെ ഫങ്ഷൻസ്, റീറ്റെയിൽ ട്രേഡ് എന്താണ്, ടൈപ്സ് ഓഫ് റീറ്റെയിൽ ട്രേഡേഴ്സ്. ഓക്കെ, താങ്ക് യു.